ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു പരിപ്പ് കറിയാണിത്. ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു അര സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു അര സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കീറിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ പഴുത്തൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരണം. ഈ ഒരു പരുവത്തിലായതിനു ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് എരിവിനാവശ്യമായ പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം പരിപ്പൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിന്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 വിസിലടിച്ചെടുക്കാം. ഒരു 3 വിസിലടിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ടാവും. നമ്മൾ തവിയൊക്കെ വെച്ച് നന്നായിട്ടൊന്നും കൂടി ഉടച്ചു കൊടുക്കാം. അങ്ങനെ തേങ്ങയൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വെക്കുന്നതിൽ നിന്ന് ഒന്ന് മാറ്റി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.